എല്ലാവരും ഓക്കെ ആണല്ലോ, റെഡി ആണല്ലോ? Magic morning. മാജിക് മോർണിംഗ് സർ. Magic morning. Magic morning. ഓക്കെ, താങ്ക് യു സോ മച്ച് ടു ആൾ. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. Magic morning. Magic morning. ഓക്കെ താങ്ക് യു. സോ നമുക്ക് സെഷൻ എടുക്കുന്നത് നമ്മുടെ സ്വന്തം റസാഖ് സാറാണ്. സാർ ഇന്നത്തെ ടോപ്പിക് ആഘോഷം എന്നുള്ളതാണ്. ഓക്കെ, സോ ഈ ടോപ്പിക്കിനെ കുറിച്ച് ഇന്നത്തെ സെഷൻ എടുക്കാൻ വേണ്ടി ഞാൻ റസാഖ് സാർ ഇൻവൈറ്റ് ചെയ്യാണ്. റസാഖ് സർ, പ്ലീസ് വെൽക്കം സർ. താങ്ക് യു. എല്ലാവരും ഇന്നലത്തെ പോലെ തന്നെ ഒന്ന് ക്യാമറ ഓൺ ആക്കിക്കേ. ഇന്നലെ എങ്ങനെ ക്യാമറ ഓൺ ആക്കി അതേപോലെ എല്ലാവരും ക്യാമറ ഓൺ ആക്കി. എല്ലാവരും ഒന്ന് കാണട്ടെ. ആ, സലാമെന്താ ഇരുട്ടത്താ, കാട്ടില്ല? സിറ്റ് ഔട്ടിലാണ്. ഓക്കെ വേറെ എവിടെ പോയി? പരമാവധി ആളുകളൊക്കെ ക്യാമറ ഓൺ ആക്കി. എങ്ങനെയുണ്ട്? ഓക്കെ, താങ്ക് യു ബിന മാം. ബിന മാമിന്റെ കേക്ക് കഴിച്ചപ്പോ ബിന മാം അവിടെ ഇല്ലായിരുന്നു. കേക്ക് തന്നിട്ട് ബിന മാം പോയി. ആ, വിസാബ് വന്നു. നമ്മളൊക്കെ നല്ല തിരക്കുള്ള ആളുകളാണ് അല്ലെ? എല്ലാവർക്കും ഓരോരോ തിരക്ക്. വീട്ടിലെ കാര്യം ഉണ്ടാവും, നാട്ടിലെ കാര്യങ്ങള്, അതിൻ്റെ ഇടയിൽ കുറച്ച് രാഷ്ട്രീയ കാര്യങ്ങള്, കുറച്ച് മതകാര്യങ്ങള്, മറ്റ് സംഘടനാ കാര്യങ്ങള്, ഇങ്ങനെ 100 കൂട്ടം പ്രശ്നങ്ങൾ തലയിലേക്ക് നടക്കുന്ന ആളുകളാണ്. നമുക്ക് സമയമില്ല. ഒന്ന് ഫോൺ വിളിച്ചാൽ പോലും എടുക്കാൻ ടൈമില്ലാത്ത അത്രയും ബിസിയാണ് ആളുകൾ. അതിൻ്റെ ഇടയിൽ കുറച്ച് സമയം സ്വന്തത്തിന് വേണ്ടി ചെലവാക്കാനും അതിന് ഒരല്പം പണം ചെലവാക്കി സമയം കണ്ടെത്തി നമ്മളെല്ലാവരും ഒന്ന് ഒത്തുകൂടി. അപ്പൊ ആ ഒത്തുകൂടിയ അനുഭവം ഉണ്ടാവും. ഓരോരുത്തർക്ക് ഓരോരോ അനുഭവങ്ങളായിരിക്കും. ചില ആളുകൾക്ക് ലൈവ് മെഡിറ്റേഷൻ ചെയ്തതിന്റെ അനുഭവമായിരിക്കും. മറ്റു ചില ആളുകൾക്ക് തീയിലൂടെ നടന്നത് വലിയ അത്ഭുതമായിരിക്കും. മറ്റുള്ളവർക്ക് പാട്ട് പാടിയതും ആടിയതും അതൊരു അനുഭവമായിരിക്കും. അങ്ങനെ നിരവധി അനുഭവങ്ങൾ ഉണ്ടാവും. ആ അനുഭവങ്ങൾ പങ്കുവെക്കുക എന്നതാണ് ഇന്നത്തെ വിഷയം. അതാണ് ആഘോഷം എന്ന് പറഞ്ഞത് അല്ലേ? നമ്മൾ ഇന്നലെ ആഘോഷിച്ചത് ബിമാജിക്കിന്റെ 2000 ദിവസങ്ങൾ കഴിഞ്ഞതിന്റെ ആഘോഷമാണ്. ഏതാനും ദിവസങ്ങൾ കൂടി ബാക്കിയുണ്ട്, എന്നാലും അതിന്റെ ആഘോഷമാണ് നമ്മൾ നടത്തിയത്. 2000 ദിവസം എന്ന് പറയുമ്പോൾ വെറും 2000 ദിവസമല്ല, ഓരോ ദിവസവും മെഡിറ്റേഷനും ക്ലാസ്സുകളും ചർച്ചകളും വിഷയങ്ങളുമായി സ്ഥിരമായ ഒരു പ്രോസസ്സാണ് അത്. ഒരൊറ്റ ദിവസവും പോലും ലീവില്ലാതെ സ്ഥിരമായ 2000 ദിവസമാണ് നമ്മൾ ആഘോഷിച്ചത്. അപ്പൊ അതിന്റെ അനുഭവങ്ങൾ ഓരോരുത്തരായിട്ട് പങ്കുവെക്കുക. വന്നവര് വരാത്തവര് നമ്മളെ സാമ്പത്തികമായും മാനസികമായും സഹായിച്ചവരുണ്ട്. അവരും ഈ ഫോട്ടോസുകളൊക്കെ കണ്ടിട്ടുണ്ടാകും. ഗ്രൂപ്പിൽ വന്ന് അല്ലെ, ബിമാജിക്കിന്റെ മെയിൻ ഗ്രൂപ്പിലൊക്കെ കുറച്ച് ഫോട്ടോസ് നമ്മൾ ഇട്ടിട്ടുണ്ട്, കൂടുതൽ ഓവർ ആക്കാതെ. നമ്മളെ ഗ്രൂപ്പിലല്ലാതെ ഓവർ ആക്കിയിട്ടില്ലല്ലോ. അപ്പൊ എന്നാലും ആ ഫോട്ടോസ് ഒക്കെ കണ്ടവരും അഭിപ്രായം പറയാം. അപ്പൊ സ്റ്റാർട്ട് ചെയ്തോളൂ. ആരാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? ഫസ്റ്റിൽ മണിസാറിനെ ഉദ്ഘാടനം ചെയ്തോ, അല്ലെങ്കിൽ നിസാബ് ഉദ്ഘാടനം ചെയ്യണോ? എന്നാ നിസാബ് ഉദ്ഘാടനം ചെയ്തോളൂ. റസാഖ് സാർ നല്ലൊരു പോസിറ്റീവ് എനർജി തന്നെയാണ്. ഇന്നലെ ഒരു ക്ലാസ്സിലൊക്കെ വന്ന് തിരിച്ചു പോയി എന്നുള്ളതൊന്നും ആ ഒരു ഇതില് കാണുന്നില്ല. നല്ല ആക്റ്റീവ് ആയിട്ട് തന്നെ നമ്മുടെ മുമ്പിലുണ്ട്. എന്തായാലും ഇന്നലത്തെ ഒരു
എഫക്റ്റ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. എനിക്കിന്ന് വീഡിയോ ഓൺ ചെയ്ത് ഇങ്ങനെ ഇരിക്കാൻ ഒരു തോന്നി എന്നുള്ളത് തന്നെയാണ്. കാരണം ഒരു ഇന്നലക്ക് മുമ്പുള്ള ദിവസങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ തമ്മിൽ എന്തോ ഒരു അന്തരം ഉണ്ടായിരുന്നു. ഒരു എന്താ പറയാ, ഒരു ഫീലിങ്സ് ഇല്ലായിരുന്നു. നമ്മളൊക്കെ ഒരു പരിചയമില്ലാത്ത ഒരാളുകളെ പോലെയായിരുന്നു. പക്ഷെ ആ ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ നമ്മളൊക്കെ ഒരു ഫാമിലി ആയിട്ട് മാറി. കാരണം അത്രയും എന്തോ ഒന്ന് എനിക്കിന്നലെ തിരിച്ചു വരുമ്പോഴൊക്കെ എന്തോ ഒരു നഷ്ടപ്പെട്ടതുപോലെ ഒരു ഫീലിംഗ് ഉണ്ട്. ആരൊക്കെയോ പോയ പോലെയൊക്കെ തോന്നാണ്. നമ്മളിങ്ങനെ എന്താ പറയാ, പ്രിയപ്പെട്ട ആരൊക്കെയോ പോയ ഒരു ഫീലിംഗ് ഉണ്ടാവല്ലോ. അതാണ് ഇന്നലെ എനിക്ക് വരുമ്പോഴൊക്കെ തോന്നിയത്. പക്ഷെ അപ്പോഴൊക്കെ ഉള്ളൊരു പ്രതീക്ഷ എന്നുള്ളത് രാവിലെ ഇങ്ങനെ വീഡിയോ ഓൺ ചെയ്തിട്ട് ഇങ്ങനെ കാണാലോ എന്നുള്ള ഒരു ഇതിലുണ്ട്. അപ്പം എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിൽ ഞാൻ ശരിക്കും മെഡിറ്റേഷൻ ഒന്നും അത്ര ആസ്വദിച്ചിട്ടില്ല ഇതുവരെ. പക്ഷെ ഇന്നലത്തെ സെഷന്റെ ശേഷം ഈ മെഡിറ്റേഷൻ ഒക്കെ ആസ്വദിക്കുന്ന ആളുകളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു മാറ്റങ്ങൾ നേരിട്ട് കണ്ടപ്പോ ഇനി മുതൽ കറക്റ്റ് ഇനി ക്ലാസ്സിൽ പങ്കെടുക്കാനും അതുപോലെ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം, അതിനെന്ത് മാറ്റി വെച്ചാലും ഞാനത് ചെയ്യും. ഉണ്ടെന്ന് എനിക്കറിയാം. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകളൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം ഇത്ര ഫ്രണ്ട്ലി ആയിട്ടും ഇത്ര കോസ്റ്റ് വളരെ കുറഞ്ഞ ഇതില് നമുക്ക് ഇത്തരം ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കാൻ കഴിയുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പം ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഓരോരുത്തർക്കും ഹൃദയത്തിൽ നിന്ന് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. ഇനിയും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒരുമിച്ച് കൂടാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു ഓൾ. താങ്ക് യു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേക വൈബിലായിരുന്നു. കാരണം ഒരു ചെറിയ കൊച്ചു വീട് അല്ലെ, ഒരു കൊച്ചു വീട്ടില് അതെ അതെ 6 പേര് ഒരുമിച്ച് ഉറങ്ങുന്നു, ഒരുമിച്ച് വിളിക്കാൻ പോകുന്നു. ഒരു പ്രത്യേക രീതിയിൽ, അതായത് ആ ഒരു ബേസിൽ നിന്ന് കുറച്ച് ദൂരെ പോയിട്ടാണ് നമ്മൾ താമസിച്ചത്. അതെ അതെ വളരെ സൂപ്പറായി. അപ്പൊ അടുത്ത ആൾ പറഞ്ഞോളൂ, മണിസാർ പറഞ്ഞോളൂ. മാജിക് മോർണിംഗ് റസാഖ് സാർ. ഇപ്പോഴും ആ ആഘോഷത്തിന്റെ ഇത് കിട്ടിട്ടില്ല. ആ ലഹരിയിൽ ഇങ്ങനെ നിൽക്കാണ് ഇപ്പോ. അത്രയേറെ ഒരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്തൊരു സ്ഥലമാണ്. ചെറിയ കുട്ടികൾ മുതൽ വലിയ ആൾക്കാർ വരെ, അതായത് കൊച്ചു കുട്ടികൾ തന്നെ അവർ കളിക്കുന്നത് കണ്ടാൽ നമുക്ക് തോന്നും ആ പോസിറ്റീവ് എനർജി അവിടെയുള്ള കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെയാണ് പ്രായമായിട്ടുള്ള ആൾക്കാർ ഓരോരുത്തരെ പാർട്ടിസിപ്പേഷനും അങ്ങനെ തന്നെയായിരുന്നു. ഓരോ വ്യക്തികളും അവരുടേതായിട്ടുള്ള കഴിവുകളും അവരെ സ്നേഹവും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. ഓരോരുത്തരുടെ പേര് എടുത്ത് പറഞ്ഞാലും നമുക്ക് ഈ വന്ന 30-35 അത്ര ആളുകാർ ഓരോ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റുന്നുള്ളതാണ്. അപ്പം പല സ്ഥലത്തു നിന്നും വന്നവരുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ കണ്ണൂര് മുതൽ തിരുവനന്തപുരം വരെയുള്ള ആൾക്കാർ കൂടുതൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഫാമിലീസ് കുറെ വന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മളെ കൂട്ടത്തിൽ പല അവരും നല്ല വളരെ സന്തോഷത്തോടു കൂടി സ്നേഹത്തോടു കൂടി പങ്കെടുത്ത പ്രോഗ്രാംസ് ആണ്. പാട്ടുകളിലായാലും ശരി, ഡാൻസുകളിലായാലും ശരി, മറ്റു മെഡിറ്റേഷനിൽ എല്ലാത്തിലും വളരെ ശ്രദ്ധാപൂർവം മനഃപൂർവ്വം തന്നെ 100% പാർട്ടിസിപ്പേഷൻ ആണ്. അതിന് പുറമെയാണ് നമ്മളെ മെന്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ വന്നിട്ട് അവരെ പാർട്ടിസിപ്പേഷനും അവരെ ഓർഗനൈസേഷൻ കപ്പാസിറ്റിയും നമുക്ക് വിവരിക്കാൻ പറ്റാത്ത രീതിയിലുള്ളതാണ്. ഓസിൻ സാറിന്റെ കാര്യം നമുക്ക് പറയാൻ A to Z ആണ്. നീന്തൽ മുതൽ ഭക്ഷണം കൊടുക്കുന്നത് വരെ, അതുപോലെ തന്നെ എല്ലാ കളികളിലും പാട്ട് പാടാനും കവിത പാടാനും എല്ലാത്തിലും ഉണ്ട്. പ്രവീണമായും അതേപോലെ തന്നെ നല്ല എനർജി ആയിട്ട് ഡാൻസും കാര്യങ്ങളും പാട്ടും കളികളിലും ഒക്കെ മുൻപന്തിയിലുണ്ട്. ഇത് പിന്നെ സേഫ് സാറിൻ്റെതായാലും ശരി, അതിമനോഹരമായിട്ടുള്ള മെഡിറ്റേഷനും നല്ല ഇന്ററാക്റ്റീവ് സെക്ഷനും, അതുപോലെ എന്താ പറയാ, ഒരു ജപ്പാനീസ് ടെക്നിക്കിന്റെ ആ 5 വേഴ്സിന്റെ കാര്യമൊക്കെ വളരെ പ്രാക്ടിക്കലായിട്ട് വളരെ ലൈവായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ആ ഒരു
പെട്ടെന്ന് ഒരു വലിയൊരു ഏതൊരു ഫംഗ്ഷനിൽ പങ്കെടുത്ത പോലെയോ അല്ലെങ്കിൽ വലിയൊരു ക്ലാസ്സിൽ പങ്കെടുത്ത പോലെയോ ഉള്ള ഒരു അനുഭൂതിയാണ് ഉണ്ടായത്. അതുപോലെ തന്നെ വളരെ അടുത്തുള്ള പ്രിയപ്പെട്ട ആൾക്കാരെ കൂടെ പരിചയമുള്ള ആൾക്കാരെ കൂടെ നമുക്ക് ഒരു ദിവസം കഴിഞ്ഞെങ്കിലും നമുക്ക് എത്രയോ ഒരു 10-15 ദിവസം ഒന്നിച്ച് കൂടിയ പോലെയുള്ള ഒരു ഫീലിംഗ് ആണ് ഉണ്ടായത്. അപ്പൊ അത്രയും ഒരു ഇതുണ്ട്. പിന്നെ എനർജി ലെവലായാലും ശരി, ഓരോരുത്തരെ ശരി, എല്ലാവരും ഹാപ്പിയാണ്, ഫുള്ള് ഹാപ്പിയാണ്. അതേമാതിരി സാറിന് ശരിക്കും പറഞ്ഞാൽ 10x 10 ഇരട്ടിയാണ് എല്ലാത്തിലും ഉണ്ടായത്. മെഡിറ്റേഷൻ ആയാലും ശരി, എനിക്കിപ്പോ റസാഖ് സാറിന്റെ മെഡിറ്റേഷനും കൂടി കിട്ടിയെന്നുള്ളതാണ് അന്നത്തേത്. ഒന്നിച്ചു കൂടെ താമസിക്കാനും പറ്റി എന്നുള്ളതാണ് എൻ്റെ ഇതിൽ. അപ്പൊ എനിക്ക് എടുത്തു പറയുമ്പോ തന്നെ ഈ 10-30 പേരും എനിക്ക് വേണ്ടിയിട്ട് പലതും അവിടെ ഒരുക്കി വെച്ചു എന്നുള്ളതാണ്. സാറ് പറയുന്ന മാതിരി പ്രകൃതി പലരിലും കൂടെ തന്നെ എല്ലാം നമ്മളിലേക്ക് എത്തിച്ചു തന്നു എന്നുള്ളതാണ്. അപ്പൊ എൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഇത്രയും ആൾക്കാർ അവിടെ ഒത്തുചേരുകയും ഇത്രയും നല്ല പ്രകൃതി ഭംഗിയുള്ള ഒരു റിസോർട്ട് അറേഞ്ച് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചതായിട്ടുള്ള റസാഖ് സാറും അതുപോലെ തന്നെ നൗഫൽ സാറും പിന്നെ സെയ്ഫ് സാറും ഒക്കെ വളരെയേറെ എഫേർട്ട് എടുത്തിട്ടാണ് ഇത്രയും ഒരു കാര്യങ്ങൾ. അതിന് വളരെയേറെ നന്ദി പറയാണ്. അതുപോലെ ഒരു പ്രത്യേകത ഉണ്ടായിട്ട് ഫയർ വാക്കിംഗ് ഉണ്ടായിട്ടുണ്ട്, നല്ല ഡീപ്പ് മെഡിറ്റേഷൻ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം ഒരു ഇതാണ്. പിന്നെ ഓരോ സെഷനിലും നമുക്ക് പഠിക്കാനും ഉള്ള കളികളാണ് എല്ലാത്തിലും ഉണ്ടായിരുന്നത്. അതിലുള്ള കാര്യങ്ങൾ ഇടക്കിടക്ക് നമുക്ക് എത്തിച്ചു തരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഫീലിംഗ് ഉണ്ടായി, ഗ്രൂപ്പ് ഫീലിംഗ് ഉണ്ടായി എന്നുള്ളതാണ് എന്നാൽ. അപ്പൊ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ നമ്മളെ കുട്ടികൾ പാടുന്ന ഇത് ശരി, അപ്പൊ അവരെ പാർട്ടിസിപ്പേഷൻ മനസ്സിലാവും. ഇപ്പൊ ഫാമിലി ആയിട്ട് വന്ന ആൾക്കാർ ഇവിടെ ശരിക്ക് പറയുകയാണെങ്കിൽ പല ആൾക്കാരും വളരെ ശ്രദ്ധാപൂർവം പങ്കെടുത്തിട്ടുള്ളതാണ്. ഇപ്പൊ ബഷീർ സാറൻ ഫാമിലി വന്നിട്ടുണ്ട്, അഖില മാം ഫാമിലി വന്ന്, നജില മാം ഫാമിലി വന്നിട്ടുണ്ട്. അതുപോലെ നമ്മളെ തൃശ്ശൂരിൽ നിന്ന് മാളയിൽ നിന്ന് ബൈജു സാറൻ ഫാമിലി വന്നിട്ടുണ്ട്. പിന്നെ നമ്മളെ ആരാ തൃശ്ശൂരുള്ള ഇവര് നമ്മളെ പെട്ടെന്ന് പേര് എനിക്ക് വന്നിട്ടില്ല. ഞാന് കഴിഞ്ഞ പ്രാവശ്യം നമ്മളവിടെ ഫാമിലി വന്നിട്ടുണ്ടായിരുന്ന അവരും കൂടി വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് പെട്ടെന്ന് പേര് കിട്ടില്ല, അത്ര ഒരു ഇതിലുള്ളത്. ഷാജൻ സാറൻ ഫാമിലി വന്നിട്ടുണ്ട്. അങ്ങനെ പല ഗ്രൂപ്പും പല സ്ഥലത്തു നിന്നും വന്ന്, ഷീല മാമും അഖില മാമും എല്ലാം വന്നിട്ടുണ്ട്. ഇവിടെയുള്ള കീർത്തന മുതൽ എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ ബി മാജിക്കിന്റെ നമ്മളെ സ്കിയോള മെമ്പേഴ്സ് ആയിട്ടുള്ള ഗോപിക മാമും മുഫീദ മാമും അഖില മാമും അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫർ ഇതും എല്ലാവരും ഒന്നിനൊന്ന് മെച്ചത്തിലാണുള്ളത്. സ്ഥലം എടുത്തു പറയുകയാണെങ്കിൽ തന്നെ ഓരോരുത്തരെ ആ ഒരു കഴിവുകളും അവരെ ആ സ്നേഹവും നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നത്. ഓഫ് കോഴ്സ് നമ്മളെ ബഷീർ സാർ കൂടെ ഉള്ള കാരണം എനിക്കും ഒരു പോസിറ്റീവ് ഡബിളാണ് എൻ്റെ എനർജി എന്ന് പറയാം. അപ്പോൾ ഇത്രയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും ഇപ്പൊ സമയത്തിന്റെ ആ പരിധി കാരണം ഞാൻ ഇത്രയും ചുരുക്കമാണ്. വളരെ നല്ല ഗംഭീരമായിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു. മനസ്സിൽ എന്നും ഓർക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ദിവസമായിരുന്നു അത്. അതിന് ശേഷം എനിക്ക് പറഞ്ഞാൽ കുറച്ചും കൂടി ബോണസ് കിട്ടുകയും ചെയ്തു. ബഷീർ സാറിന്റെ ആ ഒരു സ്ഥലം കാണാൻ പറ്റി എന്നുള്ളതാണ്. തിരുവമ്പാടിയുള്ള ഒരു 8-8.5 ഏക്കർ വരുന്ന പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു ഫാമാണ് അത്. ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല മാവുകളും റംബുട്ടാനും പ്ലാവും ഒക്കെയുള്ള ഒരുപാട് പ്ലെയിൻ ആയിട്ടുള്ള പുഴകളൊക്കെ അരികത്തൂടെ കൂടുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു സ്ഥലവും സന്ദർശിക്കാൻ പറ്റി എന്നുള്ളതാണ്. അപ്പോൾ നല്ല ഒരു കൂട്ടായ്മയാണ് ഉണ്ടായത്. എല്ലാവരോടും നന്ദി പറയാണ്. താങ്ക് യു വെരി മച്ച്. ഒരുപാട് കാര്യം പറയാനുണ്ട്, ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, പിന്നീട് ഒരവസരത്തിൽ പറയുന്നതായിരിക്കും. താങ്ക് യു വെരി മച്ച്. പ്രത്യേകം സെയ്ഫ് സാറിന് എല്ലാത്തിലും കാര്യത്തിലും കൂടെ ഉണ്ടായിരിക്കുന്നതിനും നമ്മളെ എല്ലാ ഇതിലും വളരെ ഒരു വിനയത്തോടു കൂടിയും വളരെ സന്തോഷത്തോടു കൂടിയിട്ട് വളരെ എനർജിയോടും കൂടിയിട്ട് പങ്കെടുത്തു എന്നുള്ളതാണ് അതിൽ. അത് നമ്മളിലേക്ക് എത്തി എന്നുള്ള അതിൻ്റെ ഒരു അംശം. അപ്പൊ ഇത്രയും നല്ലൊരു ദിവസം നൽകിയതിന് സർവേശ്വരനോടും നിങ്ങളെല്ലാ ബി മാജിക് ഫാമിലിനോടൊക്കെ നന്ദി പറയാണ്. എല്ലാം താങ്ക് യു വെരി മച്ച്. യൂണിവേഴ്സായിട്ട് വളരെ അടുപ്പം ഉള്ള ഒരു ഇതാണ്ടായത്. പ്രകൃതിയിലെ ഇത് സ്ഥലത്ത് എത്തിയപ്പോൾ തന്നെ നമ്മൾ വളരെ ഒരു അടുത്ത ഒരു ഇതിലേക്ക് എത്തിപ്പോയി എന്നുള്ളതാണ്. അത്രയും നല്ല മെഡിറ്റേഷനും ക്ലാസ്സുകളും ഗ്രൂപ്പ് ഫീലിംഗും ആയിരുന്നു. ഓരോരോ കളി തമാശകളാണെങ്കിൽ ശരി,
വളരെ നന്നായിരുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ഓൾ. താങ്ക് യു. തീർച്ചയായിട്ടും മനസ്സാറ് പറഞ്ഞതുപോലെ സംഘടിപ്പിച്ചത് ഞങ്ങളാണെങ്കിലും അത് വിജയിപ്പിച്ചത് നിങ്ങളൊക്കെയാണ്. നമ്മൾ സംഘടിപ്പിച്ചു, അത് ശരി തന്നെയാണ്. പക്ഷെ സംഘടിപ്പിച്ചു എന്ന് വിചാരിച്ചിട്ട് പ്രോഗ്രാം വിജയിക്കൂല, വിജയിപ്പിച്ചത് നിങ്ങൾ തന്നെയാണ്. അടുത്ത ആൾ പറഞ്ഞോളൂ. സലാം. എവിടെ? കാട്ടിൽ അപ്പോഴും ഉണ്ട്, പോന്നിട്ടില്ലേ? സിറ്റ് ഔട്ടിലാണ് ഇവിടെ. ഇപ്പോഴും കാട്ടിലാണോ? നാട്ടിലെ പോവാന്? പറഞ്ഞോളൂ. വിളിച്ചങ്ങട് പരക്കണുള്ളൂ ഇവിടെ. ഓക്കേ, ഒരു മിനിറ്റ്, ഞാൻ റൂം പോയത്. അപ്പോ ഞാൻ പറഞ്ഞത്, നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കൂടുണ്ട് എപ്പോഴും നല്ലതാണ്. കാരണം ഒന്ന് റിലാക്സ് ആവും, അല്ലെ? ശാരീരികവും മാനസികവും, അതുപോലെ തന്നെ ശാരീരിക കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന മാനസിക കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന ശാരീരികവുമായ ഒരുപാട് പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ടാകും. ആ ഉള്ളതൊക്കെ ഒന്ന് റിലീസായിട്ട് ഒരു പുതിയ ജീവിതത്തിലേക്ക് വരാൻ ഇത്തരം സംഭവങ്ങൾ ഉപകരിക്കും എന്നുള്ള ഒരു സംശയം ജസല പറഞ്ഞോളൂ. ഓക്കെ, അതായത് എന്നെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കില്, ഞാൻ ഇന്നലെ പരിപാടിക്ക് എത്തുക എന്നുള്ളത് തന്നെ ബീമാജിക്കിന്റെ ഒരു ഇതുകൊണ്ടാണ് മാത്രമാണ്. കാരണം ഞാൻ ഇങ്ങനത്തെ എന്താ പറയാ, ഇൻട്രോവേർട്ട് എന്നൊക്കെ പറയില്ലേ, 4 ആള് കൂടുന്നോടുന്ന് എങ്ങനെ മുങ്ങാന്ന് മാത്രം ആലോചിക്കുന്ന മനുഷ്യനാണ്. ഉദാഹരണം പറഞ്ഞാൽ എന്റെ സ്വന്തം കുടുംബത്തിലുള്ള കല്യാണങ്ങളിൽ വരെ എനിക്ക് പോകാൻ മടിയാണ്. ഞാൻ കുറെ സ്വന്തം എന്റെ മൂത്താപ്പാന്റെ 2 മക്കളുടെ കല്യാണത്തിന് ഞാൻ പോയിട്ടില്ല. അതായത് കുറച്ച് മുന്നേ, ഒരു 5 വർഷം മുന്നത്തെ കാര്യമാണ്. അത്രയും എന്താ പറയാ, 4 ആള് കൂടുന്നിടത്ത് എങ്ങനെ മുങ്ങാൻ പറ്റുന്ന മാത്രം നോക്കി നടന്നിരുന്ന ഒരു മനുഷ്യന്. അപ്പൊ അങ്ങനെ എന്താ പറയാ, അങ്ങനെ ഒരു മൈൻഡ് ആയിരുന്നു. അപ്പൊ ആ ഇതിന്ന് എനിക്ക് എന്താ പറയാ, എന്നാൽ തന്നെ എനിക്ക് ഇതിക്ക് വരണേ അങ്ങനെയൊക്കെ ഒരു എന്താ പറയാ, ഞാൻ ക്യാഷ് ഇതൊക്കെ അടച്ചിക്കണമെങ്കിൽ കൂടിയിട്ട് അത് സാരല്ല, പോയിക്കോട്ടെ, എന്നാലും ഇന്ന് പോണ്ട, അങ്ങനെ ഒരു മൈൻഡിലടക്കം എന്താ പറയാ ഇരുന്നിരുന്ന ഒരാളാണ്. അപ്പൊ യഥാർത്ഥത്തിൽ ഞാൻ ഇന്നലെ പങ്കെടുത്തിട്ടില്ല എന്നുണ്ടെങ്കില് അതിന്റെ ഒരു നഷ്ടം ഇപ്പോ എന്താ പറയാ, ഒരിക്കലും നമുക്കൊരു ഇടാൻ കഴിയില്ല. അത്ര വലിയ നഷ്ടീകാരം എനിക്ക് ഇന്നലെ പങ്കെടുത്തില്ലെങ്കിൽ ഉണ്ടാവും. എന്നുവെച്ചാൽ നമുക്ക് ഇന്നലെ ഓസിൻ സാറാണെങ്കിലും അതേമാതിരി നമ്മുടെ സേഫ് സാർ എന്ന ക്ലാസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ലൈഫില് എന്താ പറയാ, അത്രയും ചേഞ്ച് ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇന്നലെ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ആ പറയുന്ന കാര്യങ്ങൾ നമുക്ക് യഥാർത്ഥത്തിൽ നമുക്ക് മനസ്സിലാവും, നമുക്ക് ഉൾക്കൊള്ളാം. എന്താ പറയാ, ഇന്നലെ തന്നെ നമ്മൾ ഓരോ കാര്യങ്ങൾ തീരുമാനം എടുക്കുകയോ അത് ഇവിടെ വന്നിട്ട് നമ്മളതിനുള്ള എന്താ പറയാ മാസ്റ്റർ പ്ലാന് തയ്യാറാക്കുകയും ഒക്കെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഒരു ലൈഫ് എന്താ പറയാ ഇനി ഒരു എന്താ പറയാ വേറെ രൂപത്തിലേക്ക് മാറും എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഒരു സംശയമല്ല. അതായത് മെഡിറ്റേഷനില് ഒക്കെ നമ്മൾ പങ്കെടുക്കുന്ന ക്ലാസ്, ഞാൻ ഒരുവിധം ക്ലാസ്സിലൊക്കെ എന്താ പറയാ, ഞാൻ ക്ലാസ് ആകുമ്പോൾ ചിലപ്പോൾ ഉറങ്ങിയിട്ടുണ്ടാവും. അങ്ങനത്തെ ഒരു മനുഷ്യനാണ്. ക്ലാസ്സിൽ ഞാൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാനത് കേൾക്കില്ല. അപ്പൊ എന്താണ്, അപ്പൊ ഇന്നലത്തെ ഒരു ക്ലാസ്സോട് കൂടി ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു, മെഡിറ്റേഷൻ അത്ര ഇമ്പോർട്ടന്റ് തന്നെയാണ് ഈ ക്ലാസ് എന്നുള്ളത്. ഓക്കെ, അപ്പോ എന്താ പറയാ, നമ്മളെ അതേമാതിരി ഇപ്പോ വിശ്വ സാറിന് പറഞ്ഞ പോലെ നമുക്കൊരു ഫാമിലി എന്നുള്ളൊരു ഫീലിങ്സ്, കാരണം ഞാന് എന്താ പറയാ ഇത്തരം പരിപാടികളിൽ നിന്നൊക്കെ വിട്ട് നിൽക്കുകയും കൂടിയിട്ട് എന്താ അതിന്റെ ഒരു ഹാപ്പിനെസ് എത്ര എന്നുള്ളത് ഞാൻ ഇന്നലെയാണ് അറിഞ്ഞത്. ഓക്കെ, അപ്പൊ ഇതിന്റെ എല്ലാ പിന്നിൽ പ്രവർത്തിച്ച ആൾക്കാർക്കും ഞാൻ നന്ദി പറയാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു. എനിക്കറിയാം, അതുകൊണ്ട് തന്നെ ഞാൻ അത്ര ഒരു പരിപാടി സംഘടിപ്പിക്കണം എന്ന് വാശി വെച്ചത്. കാരണം ഇവര് സാറ് പറഞ്ഞു രാവിലെ മുതൽ വൈകുന്നേരം വരെ പോരെ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, രാവിലെ എന്ന് നമ്മൾ പറഞ്ഞാലും 10 മണിക്ക് ആളുകൾ എത്തുള്ളൂ. അതുകൊണ്ട് രാത്രി തന്നെ കൂടിയിട്ട് രാവിലത്തെ മെഡിറ്റേഷൻ നിർബന്ധമായിട്ടും കൊടുത്തിരിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടിയിലേക്ക് ഞങ്ങൾ കൺഫേം ആയത്. അപ്പോ ആ ഒരു വാശിന്റെ മുകളിലാണ് ഒരു അത്ര വേണം നിർബന്ധം പിടിച്ചത് കൊണ്ടാണ് ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടാക്കിയത്. എന്തായാലും നല്ല എല്ലാ മാസം പരിപാടി ആണെങ്കിൽ നമുക്ക് വെക്കാം. ഓക്കെ, താങ്ക് യു. ശ്രമിക്കാം. അപ്പൊ ഇന്നലെ അതുപോലെ തന്നെ 2 ആളുകള്
ഒന്ന് നജില മാമിന്റെ കുട്ടി, പിന്നെ ഒന്ന് ബഷീർ സാറും. രണ്ടാളും ഒരേപോലെ ആയിരുന്നു. ബഷീർ സാറോട് ഒരു ഫീഡ്ബാക്ക് പറയാം. ബഷീർ സാറെ, നജിലാന്റെ മോളും ബഷീർ സാറും ഒരേപോലെ ആയിരുന്നു ഇന്നലെ, അല്ലേ? ഓക്കെ, വേറെ ആരാ? മിസാബ് പോയാ? മിസാബ് ഷൈനി മാമിന്റെ പീട്ടിയും കൂടി ഉണ്ടായിരുന്നല്ലോ. നല്ല ഒരു ക്യാമ്പ് ഫയറും ഇതൊക്കെ കൂടി നല്ലൊരു രസമായിരുന്നു അന്ന്. ആ അതെ, ഷൈനി മാം അതുപോലെ തന്നെ നമ്മളെ ഷീല മാം, ഷൈനി മാം, അവരൊക്കെ ഒന്ന് അപ്രിസിയേറ്റ് ചെയ്യും. കാരണം വെച്ചാല് അത്രയും ദൂരത്തുനിന്ന്, എനിക്കറിയാം ആ ദൂരം യാത്ര അതെ, അതെ. ചെയ്യണമെങ്കിൽ തന്നെ അല്ലെ എത്രമാത്രം പ്രയാസം. ഓ. അത്രയും ദൂരം യാത്ര ചെയ്ത് ഈ ഒരു കാട്ടിലേക്ക് എത്തിപ്പെട്ടില്ല. കാരണം മുക്കത്തുനിന്ന് പിന്നെ ഒരു മണിക്കൂർ യാത്ര, പറഞ്ഞാൽ 1 മണിക്കൂറോളം യാത്ര കാട്ടിലേക്കുണ്ട്. ഉണ്ട്. അത്രയും ദൂരം സഞ്ചരിച്ച് പിന്നെയും യാത്ര ചെയ്തിട്ടാണ് അവിടുത്തെ, അത്രയും റിസ്ക് 100% എടുത്തിട്ടാണ് പങ്കെടുത്തു. എല്ലാരും അവിടെ. സ്വിമ്മിംഗ് പൂൾ വരെ ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ്. ഓസ്റ്റിൻ സാറും ഒക്കെ അതെ, വെള്ളത്തിലുണ്ട്. സ്വിമ്മിംഗ് പൂളിൽ നീന്താനും മറ്റുള്ളവർക്ക് ഒരു അതെ. അതുപോലെ തന്നെ മാതൃകയായിട്ടുണ്ട്. ഓസ്റ്റിൻ സാറ്, പ്രവീണ മാം, മുസ്തു സാറ്, അതുപോലെ തന്നെ സൈഫ് സാറ്, ഇവരൊക്കെ എത്തിയത്, നമ്മളെ പരിപാടി വിജയിച്ചത് അതുകൊണ്ടൊക്കെ തന്നെയാണ്. വേറെ ആർക്കെങ്കിലും? റസാഖ് സാർ നമസ്കാരം. മാജിക് മോർണിംഗ്. പിന്നെ കുറെ കാലങ്ങളെ ബി മാജിക്കൽ ഇതുപോലുള്ളൊരു പരിപാടിയിൽ പങ്കെടുക്കണം എന്ന് വല്ലാതെ ആഗ്രഹിച്ച ഒരാളാണ് ഞാൻ. നാട്ടില് ഞാൻ ഇന്നലെയും കൂടി എത്തിയില്ലെങ്കിൽ എന്നെ മിക്കവാറും നാട്ടിലെ പാർട്ടിക്കാരെ തല്ലിക്കൊന്നിട്ടുണ്ടാവും. ഈ ഇലക്ഷനാണ്. ഇലക്ഷന്റെ തെരഞ്ഞെടുപ്പുള്ള സമയത്താണ് ഞാൻ ഒന്നും പറയാണ്ടായിരുന്നു മുങ്ങിയത്. 2 ദിവസം അത്യാവശ്യമായിട്ട് പോകണമെന്ന് പറഞ്ഞിട്ട്. അപ്പോ ഇവർക്കെല്ലാവർക്കും മനസ്സിലായത് എന്റെ വൈഫ് ആ ഫയർ വാക്ക് എടുത്തിട്ട് വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇട്ടിട്ട്. അപ്പൊ പിന്നെ ഒന്നും പറയേണ്ട ആവശ്യമില്ല. ഇതിനാ പോയില്ലേ ഇത്രയോ കാര്യമായിട്ട് ഇലക്ഷൻ നടക്കുന്ന സമയത്ത് നിന്ന്. അപ്പോ അത് ഒരു പ്രശ്നമല്ല, വിഷയമല്ല. പക്ഷെ എനിക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. മുന്നേ ഇതുപോലൊരു പരിപാടിയിൽ പങ്കെടുക്കണം എന്നുള്ള ആഗ്രഹിച്ച ആ സമയത്ത് നമ്മളെ അളിമൂപ്പർ അമ്മ മരിച്ചതുകൊണ്ട് പെട്ടെന്ന് വരാൻ വേണ്ടി പറ്റിയില്ല. എന്നിരുന്നാലും ഇതുപോലൊരു പരിപാടി സംഘടിപ്പിച്ചത്, അല്ല ഇതിലൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചല്ലേ വളരെ സന്തോഷമുണ്ട്. കാരണം നമ്മള് കാണാൻ ആഗ്രഹിച്ചു നമ്മുടെ കുടുംബത്തിലെ ആൾക്കാരെ നേരിട്ട് കണ്ടു, അവർ സംസാരിച്ചു, പല പല ഗെയിമുകളിൽ പങ്കെടുത്തു. ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു ബഷീർ സാറിനെയും റസാഖ് സാറിനെയും മണി സാറിനെയും അതുപോലെ സേഫ് സാറിനെ കാണണം എന്നുള്ളത്. അതിനുമപ്പുറം നമ്മുടെ കുടുംബങ്ങൾ എല്ലാവരും കണ്ടു, നമ്മൾ ഓരോ നിമിഷങ്ങളും ആസ്വദിച്ചു. റസാഖ് സാർ പറഞ്ഞ പോലെ തന്നെ 2 കുട്ടികളുണ്ടായിരുന്നു. ഒന്ന് ബഷീർ സാറും അതുപോലെ തന്നെ ദിജില മാഡത്തിന്റെ കുട്ടിയും. വളരെ 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 അതോടൊപ്പം തന്നെ ഞാൻ കാണുന്ന പ്രത്യേകത ഓരോന്ന് വെച്ചാല് ഈ പരിപാടി സംഘടിപ്പിക്കാൻ വേണ്ട എഫക്ട് എടുത്തത് റസാഖ് സാറുണ്ട്, അതുപോലെ തന്നെ നൗഫൽ സാറിന് ഫോണിന്റെ പ്രളയം ആ സമയത്ത്. അപ്പൊ എന്തൊക്കെ ടെൻഷൻ. അത് മാത്രമല്ല, നഫൽ സാറിന് സുഖമില്ലാതിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഈ ഒരു പരിപാടി ഇങ്ങനെ സംഘടിപ്പിക്കുന്നത്. അപ്പോ അദ്ദേഹത്തിന് ശാരീരിക വിഷമങ്ങളുണ്ട്. എന്നിട്ട് കൂടിയോ എത്രയോ അധികം ഫോണുകൾ വരുന്നു. അതെല്ലാം എന്ന് പറഞ്ഞ അത്രക്ക് ഉത്തരവാദിത്തോടുകൂടെ ഫോൺ കൈകാര്യം ചെയ്യുന്നു. അതുപോലെ തന്നെ ഓരോ മിനിറ്റും എല്ലാരെയും അറേഞ്ച് ചെയ്തുകൊണ്ട് മുക്കത്തുനിന്ന് ഇവിടെ എത്തിച്ചു. പിന്നെ കക്കാടംപൊയിൽ ഞാൻ വന്നിട്ടുണ്ട്, 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. പക്ഷെ അതെല്ലാം വന്ന് നമ്മളെ ഒരു പ്രാവശ്യം ഫാമിലിയും അതുപോലെ തന്നെ വേറൊരു പ്രാവശ്യം നമ്മളെ ബാച്ചേഴ്സും വന്നതാണ്. പക്ഷെ അതിനും അപ്പുറം ഇതുപോലുള്ളൊരു കമ്മ്യൂണിറ്റിയിൽ വരുന്ന സമയത്ത് നമുക്ക് പല അറിവുകള്, അതുപോലെ തന്നെ ഞാൻ വിശ്വസിക്കുന്നത് ഓരോ ആളുകളും ഓരോരോ ഇതിഹാസങ്ങൾ പോലെയാണ്. നമ്മൾ ലോകത്ത് ഇഷ്ടം എത്രയോ ആൾക്കാരുണ്ട്. പക്ഷെ നമ്മൾ അത്രക്ക് സ്നേഹിക്കുന്ന, നമ്മൾക്ക് അത്രക്കും കാണാൻ ആഗ്രഹിക്കുന്നവർ കണ്ട് സംസാരിക്കുമ്പോൾ അത് നമുക്ക് വേറെ ഒരു പ്രത്യേകത തന്നെയാണ്. ബി മാജിക്കിന്റെ 2000 ദിനത്തിന്റെ ഭാഗമായിട്ടുള്ള ഇതുപോലൊരു പരിപാടി സംഘടിപ്പിച്ചത്. പിന്നെ നമ്മുടെ മെന്റർമാർ പ്രവീണ മാം, ഓസ്റ്റിൻ സാറ്, എല്ലാവരും തന്നെ നല്ല രീതിയിൽ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതുപോലെ ഗെയിംസ്, എന്നിരുന്നാൽ നമ്മുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു ദിവസങ്ങളായിരുന്നു കഴിഞ്ഞ 2 ദിവസങ്ങളിൽ. പിന്നെ പറയാൻ വാക്കുകളൊന്നുമില്ല. ജീവിതത്തിൽ നല്ലൊരു ചേഞ്ച് തന്നെയാണ് ഇന്നലത്തെ ഈ ഒരു പ്രോഗ്രാമിലൂടെ സംഭവിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു പ്രത്യേകത, നമ്മള് ലവ് മെഡിറ്റേഷൻ, നമുക്ക് ഒരു ഭാഗ്യം എന്ന് പറയാൻ 2 മെഡിറ്റേഷൻ കിട്ടിയ ഒരു ദിവസം തന്നെ. ഒന്ന് റസാഖ് സാറിന്റെ മെഡിറ്റേഷൻ, അതോടൊപ്പം തന്നെ പ്രകൃതിയിൽ ഇരുന്നു കൊണ്ട്, പ്രകൃതിയിൽ അലിഞ്ഞുകൊണ്ട് ഒരു മെഡിറ്റേഷൻ ചെയ്യാൻ വേണ്ടി സാധിച്ചു. എന്തായാലും എല്ലാവരെയും കണ്ടു, സംസാരിച്ചു, പല പല പരിപാടികളിൽ പങ്കെടുത്തു. അതോടൊപ്പം തന്നെ ഈ 2 ദിവസങ്ങൾ നല്ല അവിസ്മരണമാക്കി തന്ന എല്ലാവർക്കും താങ്ക് യു സർ.
താങ്ക് യു താങ്ക് യു താങ്ക് യു. താങ്ക് യു. അപ്പോ പിന്നെ ഞങ്ങളൊരു വീട്ടിലായിരുന്നു, ശനീഷ് സാറ്, മണി സാറ് ഒക്കെ 6 പേര് അടങ്ങിയ ചെറിയൊരു കൊച്ചു വീട് ഇല്ലേ, അതിലായിരുന്നു. അതെ അതെ അതെ. എന്തായാലും നമ്മളെ ഒരു കുട്ടി, അതായത് നജിലന്റെ ഒരു മോളുണ്ടായിരുന്നു, അതിന്റെ കൂടെ വേറൊരു കുട്ടി ഉണ്ട്. ആ കുട്ടി വന്നിട്ടുണ്ട്. ബഷീർ സാറിനോട് ചോദിച്ചു വെക്കാം. പറഞ്ഞോളൂ. മജിക് മണി. നല്ല ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു ദിവസം. അങ്ങനെ കുറച്ച് ദിവസങ്ങളെ നമുക്കിപ്പോ ഇങ്ങനെ പിന്നോട്ട് ആലോചിക്കുമ്പോ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ നമുക്കിപ്പോൾ ഓർത്തിരിക്കാം. നല്ല പോസിറ്റീവ് എനർജി. ശരിക്കും ആ ലൈവ് മെഡിറ്റേഷന് ക്ലാസ്സുകള്, എനിക്കൊക്കെ ആ 5S ഒക്കെ തന്നെ വല്ലാതെ, കാരണം 5S ഞാനും വൈഫായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം ഈ 5S ആ. ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഞാൻ 45 കൊല്ലം മുമ്പ് കല്യാണത്തിന് വാങ്ങിയ സാരി വരെ ഇപ്പോഴും 37 സ്റ്റോക്കിലുണ്ട്. അത്രയും സാധനങ്ങൾ ഒരു സാധനം ഒഴിവാക്കൂല. അപ്പൊ ഞാൻ എപ്പോഴും പറയും ഇതൊരു നെഗറ്റീവ് എനർജി ഉണ്ടാക്കുന്ന സാധനമാണ്, ഇത് ഒഴിവാക്കിയിട്ടില്ലേ നിക്കത്. അപ്പൊ അത് ഇന്നലെ ശരിക്കും ബോധ്യപ്പെട്ടപ്പോ 37 തന്നെ പറഞ്ഞു ഞാനിത് നാളെ മുതൽ ശരിയാക്കാൻ പോകുക. അതൊക്കെ വലിയ പ്ലസ് പോയിന്റ്. ഒരു സാധനവും എന്ത് സാധനവും കൊണ്ടുവന്ന ഒഴിവാക്കുക എന്ന ഒരു വിഷയമില്ല. അതിങ്ങനെ 2-3 അലമാര എന്നറിയാന്നല്ലാതെ. അപ്പൊ ഞാൻ എപ്പോഴും പറയും ഇതൊന്ന് കാലിയാക്കി, ഞാനിങ്ങനെ ഡ്രസ്സുകൾ ഒരു ടൈം ആകുമ്പോ ഒരു ഇതിലാക്കിയിട്ട് അല്ലെങ്കിൽ കൊടുത്തേ വിടും. നമുക്കിങ്ങനെ നമ്മുടെ ട്രസ്റ്റിന്റെ വണ്ടികൾ ഇങ്ങനെ വയനാട് ഉൾപ്രദേശത്തൊക്കെ പോകും. അപ്പൊ അവിടെയൊക്കെ നമ്മളിപ്പോ ഒഴിവാക്കിയതൊക്കെ അവർക്ക് വലിയ ഡ്രസ്സാണ്. അപ്പൊ ഞാൻ പറയും ഇന്റെ സാരിയൊക്കെ അവർക്ക്, ബനാറസ് സാരിയൊക്കെ അവർക്ക് വലിയ സംഭവമായിരിക്കും, അതൊന്ന് ഒഴിവാക്കി കളി. അതെങ്ങനെ തന്നെ അങ്ങനെ വെക്കും. ഇപ്പൊ ഇന്നലത്തെ ആ സെയ്സാറിന്റെ ക്ലാസ്സിൽ 37 മനസ്സിലായി നമ്മളെ എവിടാണ് നമ്മളെ ഹേഡിൽസ്. ഓ വരുമ്പോ ഇങ്ങനെ പറയാ ഞാൻ ഇത് ശരിയാക്കാൻ പോവാണ്. അതൊരു വലിയ പ്ലസ് പോയിന്റ്. നല്ല സംഭവം, നല്ല ആംബിയൻസ് ഉള്ള സ്ഥലമായിരുന്നു. അതൊക്കെ ഉഷാറാണ്. എനിക്ക് നമ്മള് ഇപ്പൊ തിരുവനന്തപുരത്ത് 2-3 ആൾ എന്നോട് ഇത് കോഴിക്കോടൻ ഭക്ഷണം അല്ലല്ലോ. ഞാൻ പറഞ്ഞു അത് ഞാൻ സമ്മതിച്ചു, ഇവര് പുറത്തുനിന്ന് കൊണ്ടുവന്ന അതിൻ്റെ. പിന്നെ നൗഫൽ ഇത്രയും അസുഖം ഒറ്റക്കാണ് ചെയ്തത്. അപ്പം നൗഫലിനെ സമ്മതിക്കാം. പക്ഷെ സെക്കൻഡ് ഡേ അതിന്റെ ഫസ്റ്റ് പരിപാടിന്റെ തലേന്നാണ് അവർക്ക് 2 ദിവസം മുമ്പ് അവൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയത്. എന്നിട്ട് അവിടെ ഇരുന്നിട്ട് വരെ അവന് എല്ലാം മാനേജ് ചെയ്തിരിക്കുന്നു. സ്ഥലം ഞാൻ അവൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു, എന്നാലും മാക്സിമം നന്നായിട്ട് മാനേജ് ചെയ്ത് നല്ല നമ്മളെ പരിപാടിക്ക് പറ്റിയ നല്ല ആംബിയൻസ് ആയിരുന്നു. നമ്മളെ ക്ലാസ്സുകൾ നടത്താനും. ചില റിസോർട്ടിലൊക്കെ പോയാൽ നമുക്ക് ബഹളം വെക്കാനൊന്നും പറ്റില്ല, കാരണം അപ്പുറം ഇപ്പുറമൊക്കെ വീടായിരിക്കും. അപ്പൊ അവര് ആദ്യം ഇൻസ്ട്രക്ഷൻ തരും. ഞാനിപ്പോ അടുത്തൊരു പരിപാടിക്ക് ഒരു ഫാമിലി ഗെറ്റ് ടുഗദറിന് ഞാനിങ്ങനെ റിസോർട്ടിൽ ചോദിച്ചാൽ ഒരു പറഞ്ഞ് ഫാമിലി നമ്മളിങ്ങനെ ഈ വിഷയം കൊണ്ട് അടുത്തുള്ള ആൾക്കാർ പ്രശ്നങ്ങൾ ഉണ്ടാക്കും, ബഹളം. ഫാമിലി ഗെറ്റ് ടുഗദർ ഒക്കെ ആകുമ്പോ ഇങ്ങനെ തന്നെയാണല്ലോ. പിന്നെ നമ്മളെപ്പോലുള്ളവരാണെങ്കിൽ കുറച്ച് കൂടും ചെയ്യും ചിലയാണ്. അപ്പം അതിനൊക്കെ നല്ല ഒരു വിഷമമില്ല ആർക്കും. നമ്മളെ ഒരു വല്ലാത്തൊരു സ്ഥലത്ത് ബന്ധപ്പെട്ട് നമ്മുടേതായ ഒരു ലോകം. അവിടെ നമുക്ക് ഫ്രീ ആയിട്ട് എല്ലാം നമ്മളെ ബന്ധുക്കള്, എല്ലാം നമ്മളെ ഓൺലൈൻ ബന്ധുക്കളാണ്. ഇപ്പൊ ഓഫ്ലൈനിൽ കാണുമ്പോഴുള്ള ആ സുഖം. നല്ലൊരു ആംബിയൻസ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം പ്രത്യേകിച്ച് എന്റെ ജോഡി കുട്ടി എനിക്ക് വളരെ, അവള് എല്ലാത്തിലും നമ്മളെ സ്കിറ്റിലൊക്കെ അവളാണ് മെയിൻ. ഞാൻ പറയും സ്കിറ്റിൽ അവളാണ് മെയിൻ റോള്. നല്ല എല്ലാ കാര്യത്തിലും ഫ്രണ്ടിൽ നിന്നിട്ട് ആ കുട്ടിയും നമുക്ക് നല്ല എൻജോയ്മെന്റ് കിട്ടി. എല്ലാവർക്കും മനസ്സറിഞ്ഞിട്ട് നമ്മള് മസിൽ പിടുത്തൊക്കെ ഒന്ന് ഫ്രീ ആയി കിട്ടി. എല്ലാവർക്കും വളരെ നല്ലൊരു ഒരു 24 മണിക്കൂർ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എത്ര കാലം കഴിഞ്ഞാലും ഒന്ന് ഓർമ്മിക്കത്തക്ക ഒരു ദിവസമായി മാറ്റി. താങ്ക് യു ബി മാജിക് ടീം. താങ്ക് യു ഓൾ. താങ്ക് യു ഓൾ. താങ്ക് യു ബഷീർ സാർ. അതുപോലെ തന്നെ ഷൈനി മാം ഉണ്ടോ?
ആ ഉണ്ട്. ഞാന് ആ പറഞ്ഞു. രാവിലെ ഇപ്പൊ എത്തിയതേ ഉള്ളൂ. കുളിച്ച് ഫ്രഷ് ആയിരിക്കുകയാണ്. താങ്ക് യു ഞാൻ ഷൈനിമ. ഷൈനിമ അതുപോലെ തന്നെ ശൈല മാം ഷൈനി മാം ഇവരെ അപ്രിസിയേറ്റ് ചെയ്തേ മതിയുള്ളൂ. കാരണം അത്രത്തോളം റിസ്ക് എടുത്തിട്ടാണ് അവർ വന്നിട്ടുള്ളത് അല്ലേ? മടക്ക വലിയ യാത്ര റിസ്ക് ആണ്. എന്തായിരുന്നാലും എല്ലാരെയും കാണാൻ വരണം വലിയ എന്നുള്ളത് വലിയൊരു ആഗ്രഹമായിരുന്നു. എല്ലാവരെയും ഒന്ന് കാണണമെന്നുള്ളത് വലിയൊരു ആഗ്രഹമായിരുന്നു. അത് ഇനി ഇപ്പൊ ഈ ഒരു ഗെറ്റ് ടുഗദർ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അടുത്ത ഗെറ്റ് ടുഗദറിലേ പറ്റുള്ളൂ. താങ്ക് യു ഷൈനിമ. അതുപോലെ തന്നെ ഷീല മാം. അപ്പൊ ഒന്നും കൺഫേം ആയില്ല. പിന്നെ കുഴപ്പമില്ല, ബുദ്ധിമുട്ടില്ലാണ്ടെങ്കിൽ ഒരു രാവിലെ എത്തി. എല്ലാരെയും കാണാൻ പറ്റി. അതിനേക്കാൾ ഉപരി നല്ല ഗെയിമും അതുപോലെ തന്നെ എല്ലാവരുമായിട്ടും നമുക്ക് കുറച്ചു നേരം ആ പങ്കുവയ്ക്കലും ഒക്കെ നല്ല ഓർമ്മകളാണ്. നല്ല നല്ല ഒരു മറക്കാനാവാത്ത ഒരു ദിവസം സമ്മാനിച്ചതിന് ബി മാജിക്കിനോട് വളരെയധികം നന്ദി പറയുകയാണ്. ഇനി ആരാ? ഇനി ആരില്ലല്ലോ? റസാഖ് സാർ ഇനി ഗെറ്റ് ടുഗദർ വെക്കുമ്പോ ഈ മിഡിലോട്ട് വെക്കണം കേട്ടാ. തൃശ്ശൂർ ഭാഗത്തേക്കല്ലേ? ഞങ്ങൾ റെഡിയാണ്. നിങ്ങൾ വെച്ചാൽ മതി. നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. അവിടെ ഉള്ളവർ ചെയ്യാൻ ഞങ്ങൾ വരും. തീർച്ചയായിട്ടും അതെല്ലാം നോക്കാം. അതാണ്. ഇല്ലെങ്കിലും ഓക്കെ. വരണം. തീർച്ചയായിട്ടും. വേറെ ഇനി ആർക്കെങ്കിലും ദിവ്യ മാം ഉണ്ടോ? ദിവ്യ മാം നിങ്ങള് കണ്ട ആളാണല്ലോ, വന്നിട്ടില്ലെങ്കിലും. ജെസ്സി അഖില മാം ഒന്നും വന്നിട്ടില്ലെന്ന്. മാജിക് മോർണിംഗ് പറയൂ പറയൂ. ഞാനുണ്ട്. ഹലോ. കേൾക്കാം, പറഞ്ഞോളൂ. ഓക്കെ. വളരെയധികം മിസ്സായ ഒരു പരിപാടിയാണ്. എങ്ങനെയാ ഞാൻ എൻ്റെ ഫീലിങ്സ് പറയാമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാന് ശനിയാഴ്ചയില് ഇന്നലെ ഉച്ചവരെ എന്നല്ല, വൈകിട്ട് വരെ ഞാനിത് ഓരോന്നും കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ചിലതൊന്നും ഞാൻ ഓപ്പൺ ചെയ്തില്ല, കാര്യം വീണ്ടും എനിക്ക് സങ്കടം തോന്നിയാലോ എന്ന് വിചാരിച്ചിട്ട്. വൈകിട്ട് ഞാൻ അജിഷ മാമിൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ ചോദിച്ചു. എല്ലാവരെ കുറിച്ചും ഓരോരുത്തരെ കുറിച്ചും അവർ എന്താ പറയുക, ഒരുപാട് ആളുകളെ പിന്നെ എന്താ സലാഹ് സാറ്, അതുപോലെ മിഷാബ് സാറ്, പിന്നെ കുട്ടികൾ, പിന്നെ അഖില മാമിൻ്റെ മക്കള്, അവരെയൊക്കെ കുറിച്ചൊക്കെ പറഞ്ഞ കേട്ടപ്പോൾ ശരിക്കും നല്ലോണം മിസ്സായൊരു പരിപാടിയായിട്ട് തോന്നി. സംതിങ് പേഴ്സണൽ മാറ്റർ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ വരാഞ്ഞത്. ഞാൻ ഉച്ചയ്ക്ക്, അതായത് ശനിയാഴ്ച ഉച്ചയ്ക്ക് അവരുടെ ഫോട്ടോസൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഞാനും കൂടി അതിലേക്ക് ജോയിൻ ചെയ്യേണ്ടതായിരുന്നല്ലോ എന്ന്. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവരും കൂടി ഒരുമിച്ച് കൂടി നല്ല രീതിയിൽ പരിപാടികളൊക്കെ നടത്തി എല്ലാം നല്ല രീതിയിൽ കംപ്ലീറ്റ് ആക്കാൻ പറ്റിയെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓക്കെ, മാജിക് മോർണിംഗ് ടു ഓൾ. പറയൂ. ഒന്ന് ഉറങ്ങിപ്പോയി, താമസിച്ച എണീറ്റ്. ഓക്കെ, ഞാൻ ഒരു പ്രോഗ്രാമിനെ പറ്റി ഒന്നും പറയാനില്ല. കാരണം ഇപ്പം പറഞ്ഞതുപോലെ ഇത് മിസ്സായാൽ മിസ്സായി പോവുമല്ലോ എന്നുള്ള ഒരു കുറ്റബോധം അല്ലെങ്കിൽ ഒരു സങ്കടത്തിലിരിക്കുമല്ലോ എന്ന് ഓർത്തോണ്ടാണ് അൺഎക്സ്പെക്റ്റഡ് എന്ന് പറഞ്ഞ രീതിയിൽ ശനിയാഴ്ച ഡിസിഷൻ എടുക്കുകയും അന്ന് തന്നെ ട്രെയിൻ കയറിയാണ് വന്നത്. ബുക്ക് ചെയ്യാതെ വന്ന കാരണം എനിക്ക് യാത്രയ്ക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ല. തീർച്ചയായിട്ടും ഇങ്ങോട്ട് ഇരിക്കാനാണേലും എല്ലാം ഇച്ചിരി സ്ട്രഗിൾ വന്നെന്ന് മാത്രം. പിന്നെ പ്രോഗ്രാമിനെ പറ്റി ഒന്നും പറയാനില്ല. നമ്മൾ അവിടെ ചെന്നു വെറും 5 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾ എല്ലാവരെയും പരിചയപ്പെട്ടു, എല്ലാവരുടെയും പേര് പഠിച്ചു. പിന്നെ ഓരോരോ ആക്ടിവിറ്റീസും നമ്മളെ എങ്ങനെ നമ്മുടെ ബോണ്ടിങ് നിലനിർത്താൻ സാധിക്കും, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് കുറച്ചുകൂടെ ഇടപഴകാൻ സാധിക്കും എന്നുള്ള രീതിയിലുള്ള ആക്ടിവിറ്റീസ് ആണ് നമ്മുടെ ട്രെയിനേഴ്സ് നമുക്ക് തന്നത്. പിന്നെ പിന്നെ ആ ഏരിയ എല്ലാം ഒന്ന് പ്രകൃതി ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിക്കാനും കാണാനും, അതായത് ഒരു ദിവസത്തേക്ക് വീട് കംപ്ലീറ്റ് ഒന്ന് മറന്ന് നിൽക്കുന്ന ഒരു ഫീലായിരുന്നു. പിന്നെ എല്ലാ ക്ലാസ്സുകളും നമുക്കറിയാമല്ലോ, നമ്മുടെ ക്ലാസ് എല്ലാം വളരെ
സൂപ്പർ ക്ലാസ് അതൊന്ന് ലൈവിൽ നമുക്ക് കാണാൻ സാധിച്ചു. പിന്നെ മറക്കാൻ പറ്റാത്തത് മെഡിറ്റേഷൻ വളരെ മനോഹരമായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് അല്ലെങ്കിൽ ആഴത്തിൽ ഇറങ്ങിച്ചെന്ന് ഈവൻ നമ്മുടെ കണ്ണ് നിറയിക്കുന്ന ഒരു മെഡിറ്റേഷൻ ആയിരുന്നു. സാധാ മെഡിറ്റേഷൻ ആണെങ്കിൽ പോലും അത് ലൈവിൽ ആ നേച്ചറിൽ ഇരുന്ന് ചെയ്ത് ഇന്നലെ ഈ സമയത്തൊക്കെ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുവാണ്. അപ്പം നല്ലൊരു മെഡിറ്റേഷന്റെ ഫീൽ ശരിക്കും നമുക്ക് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. പിന്നെ എല്ലാവരുമായിട്ട് ഇടപഴകാനും സന്തോഷത്തോടെ എല്ലാവരെയും കാണാനും ഒക്കെ സാധിച്ചു. അപ്പം അത് വരാതിരുന്നാൽ അത് മിസ്സാവുമല്ലോ, അല്ലെങ്കിൽ അയ്യോ അവിടെ എന്നാ സംഭവിക്കുന്നു എന്നുള്ളൊരു ചിന്തയായിരിക്കും. അതാണ് രണ്ടും കൽപ്പിച്ച് കോഴിക്കോടിനാണെ പോലും ബുക്ക് ചെയ്യാതെയാണെങ്കിൽ ഞാൻ വന്നത്. വരികയില്ലെന്ന് തന്നെ ഓർത്തിരുന്നത്. അത്രയും ദൂരമല്ലേ, തനിയെ വരുന്നത് പാടാണല്ലോ എന്നൊക്കെ. പക്ഷെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഇതെല്ലാം നടക്കും എന്നുള്ളത് വ്യക്തമാണ്. ഓക്കെ, താങ്ക് യു. ഇതിന്റെ സംഘാടകർ റേഫോൺ സാറാണെങ്കിൽ ശരിക്കും അതിനൊന്നും ആസ്വദിക്കാൻ പോലും പറ്റിയില്ലെന്ന് എനിക്ക് തോന്നുന്നത്. അന്ന് രാത്രി നമ്മുടെ കൂടെ കിടക്കാൻ പറ്റിയില്ല. എങ്കിലും പുള്ളിയുടെ ടെൻഷൻ, റസാഖ് സാറ്, സെയ്ഫ് സാറ്, ഇങ്ങനെ എല്ലാം, പിന്നെ നമ്മുടെ ആങ്കേഴ്സ്, നമ്മുടെ ഓഫീസ് സ്റ്റാഫ് എല്ലാവരെയും കാണാനും അവരുമായിട്ട് ഇടപഴകാനും ഒക്കെ സാധിച്ചു. എല്ലാവരും നന്നായിട്ട് പെരുമാറി. നല്ലൊരു പ്രോഗ്രാം ആയിരുന്നു. ഓക്കെ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു ശീലമാം. അതുപോലെ തന്നെ ഷൈനി, ശീലമാം ഒക്കെ നല്ല റിസ്ക് എടുത്തിട്ടാ വന്നിട്ടുണ്ട്. കാരണം നമുക്കറിയാം, അത്രയും ഞാൻ യാത്ര ചെയ്ത ആളാണ്, എനിക്കറിയാം. അത്രയും ദൂരത്തുനിന്ന് യാത്ര ചെയ്യുമ്പോൾ തന്നെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ടോ, പിന്നെ പങ്കെടുക്കുന്നത് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവില്ല, അത്രത്തോളം ക്ഷണിച്ചിട്ടുണ്ടാവും. അപ്പൊ അവരൊക്കെ വന്നത് താങ്ക് യു, അവർക്കൊക്കെ വളരെ നന്ദി രേഖപ്പെടുത്തുന്നു. ശീലമാം ലാസ്റ്റ് സമയമാണ് ബുക്ക് ചെയ്യുന്നത്, അവസാനം. നമ്മളിപ്പോ ഇവിടെ 30 പേരെന്നുള്ളത് 33 പേരും ആയതിന് ശേഷമാണ് ശീലമാമിന്റെ വിളി. എന്തായാലും അഡ്ജസ്റ്റ് ആക്കി സാറ് ഞാൻ വീട്ടിൽ പോയിക്കോളാം, കുറച്ച് ആൾക്കാർക്ക് വീട്ടിൽ പോകാം, എന്നാലും അവര് ക്യാരറ്റ് എന്ന് പറഞ്ഞിട്ട് ജോയിൻ ചെയ്യിച്ചതാണ്. അപ്പൊ എന്തായാലും താങ്ക് യു. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം, ടൈം ആയിട്ടുണ്ട്. ഇനി ഒരാളും കൂടി ഉണ്ട്, ഗോപിക. അപ്പൊ ഗോപികന്റെ ഫീഡ്ബാക്ക് കൂടി കഴിഞ്ഞാൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഗോപിക, ഹലോ. പറഞ്ഞോളൂ. എന്താ പറയുക വെച്ചാൽ ഒരുപാട് പേര്, കുറച്ച് പേരൊക്കെ ഫസ്റ്റിൽ കണ്ടിട്ടുണ്ട്, പിന്നെ ഒരുപാട് പേരെ കാണാത്തവരാണ്. ഞങ്ങൾക്ക് പിന്നെ എല്ലാവരും പേര് വിളിച്ച് അറിയാവുന്ന ആളുകളേ ഉള്ളൂ. ഇപ്പോൾ സലാവ് സാറ്, മിഷാബ് സാറ്, അങ്ങനെ 1-2 പേരുടെയും കൂടുതൽ കാണാത്തവരായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിവേ ഞങ്ങളിങ്ങനെ ആദ്യം ഇങ്ങനെ വിചാരിക്കായിരുന്നു, ആദ്യം നമുക്ക് 1-2 പ്രോഗ്രാം അറ്റൻഡ് ചെയ്തുകൊണ്ട് അറിയാം ഇതിന്റെ എത്രത്തോളം വൈബ് ഉണ്ടായിരിക്കും എന്നുള്ളത്. അപ്പൊ ഞങ്ങൾ വളരെ എക്സൈറ്റ്മെന്റിലായിരുന്നു. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ അഖില മേം, ഷില മേം, ഷൈന മേം ഒക്കെ അവിടുന്ന് അത്രയും ദൂരെ യാത്ര ചെയ്ത് വന്നിട്ടും അവർക്ക് അവിടെ എത്തിയിട്ട് അതിന്റെ ചെറിയൊരു ക്ഷീണോ കാര്യങ്ങളോ ഒന്നുമില്ല. അവർക്ക് എനിക്ക് തോന്നുന്നു കൂടുതൽ എനർജി ഉണ്ടായിരുന്നേന്ന്. ഷൈനി മേം ഒക്കെ ഭയങ്കര എനർജറ്റിക് ആയിരുന്നു. സോ ഒരുപാട് മെമ്മറബിൾ ആയിട്ടുള്ള ഒരുപാട് മൊമെന്റ്സ് അവിടുന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പറഞ്ഞ പോലെ ഇങ്ങനത്തെ മൊമെന്റ്സ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഡേ നമുക്ക് ഇനിയും ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഇതിലേറെ മെമ്പേഴ്സ്, ഇപ്പൊ കറന്റ് 37 ഒക്കെ ആണെങ്കിൽ പോലും നമുക്കൊരു 40-50 ലെവലുള്ള മെമ്പേഴ്സിനെ കൂട്ടിയിട്ട് ഇനിയും ഇതുപോലത്തെ ക്യാമ്പ്സ് നമുക്ക് സംഘടിപ്പിക്കണം. ഓക്കെ, അപ്പൊ മിസ്സായിട്ടുള്ളവർക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. ഷൈന മേം ഒക്കെ പറഞ്ഞ പോലെ എല്ലാവർക്കും എത്താൻ പറ്റുന്ന ഏരിയയിലേക്ക് നോക്കിയിട്ട് നമുക്കൊന്ന് സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ എന്തായാലും എനിവേ താങ്ക് യു സോ മച്ച് ടു ആൾ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടുണ്ടായിരിക്കുന്നു വിചാരിക്കുന്നു. സോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഹാപ്പിയാണ് ഞാൻ എന്തായാലും. അപ്പോൾ ഇതുപോലെ എല്ലാവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്ന വേറെ സെഷൻസും കാര്യം നമുക്ക് എന്തായാലും ഇനിയും വെക്കാം. എല്ലാവരും ജോയിൻ ചെയ്യാം. ശരി, നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. നമ്മളെ സ്കിയോള ടീമിനും പ്രത്യേകം നന്ദി പറയാണ്. കാരണം ഇത് ഓർഗനൈസ് ചെയ്യാൻ അവരുള്ള എഫേർട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അവരെ ഗ്രൂപ്പ് പാർട്ടിസിപ്പേഷനും എല്ലാം കൺട്രോൾ ചെയ്യുന്നത് വളരെ ഭംഗിയായിട്ടുണ്ട്. അജിഷ മാമും മുഫീദയും ഗോപികയും പിന്നെ ഫോട്ടോ എടുക്കുന്ന അവന്റെ പേര് എനിക്ക് മറന്നുപോയി, ദിനാനും. അവരെല്ലാം കൂടി ഒരു നല്ല ഒരു ഗ്രൂപ്പ് ഫീലിംഗിലാണ് ഉണ്ടായത്. അതുകൊണ്ട് നല്ലൊരു ചെറുപ്പക്കാരെ ഒരു കൂട്ടായ്മയും കൂടി അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ഓൾ. താങ്ക് യു സോ മച്ച്. ഓക്കെ, തീർച്ചയായിട്ടും അവരാണത് കൺട്രോൾ ചെയ്തത് അല്ല. നമ്മളിപ്പോ സംഘടിപ്പിച്ചു എന്ന് വിചാരിച്ച പ്രോഗ്രാം നടത്താൻ നമുക്ക് ചിലപ്പോൾ കഴിഞ്ഞില്ലെന്ന്. സംഘടിപ്പിക്കാൻ കഴിവുണ്ടാവും, പക്ഷെ നടത്താന് അജിഷ മാമും ഗോപിക്കും മുഫീദും ഒക്കെ തന്നെയാണ് ആ പരിപാടികളെ വിജയിപ്പിച്ചത് ശരിക്ക് അല്ലേ. താങ്ക് യു. എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം.
എല്ലാവർക്കും വളരെയധികം നന്ദി. വന്നവർക്കും വരാൻ നിർദ്ദേശിച്ചവർക്കും വരാതെ നമ്മളെ സഹായിച്ച ഒരുപാട് ആളുകളുണ്ട്. സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും നിങ്ങൾ ചെയ്തോളൂ എന്ന് പറഞ്ഞ് പ്രോത്സാഹനം നൽകിയ ഒരുപാട് ആളുകളുണ്ട്. അതുപോലെ തന്നെ നമ്മളെ മെന്റേഴ്സ് വളരെ പ്രധാനപ്പെട്ട വ്യക്തികൾ, നമ്മള് പിന്നെ വൈഷ്ണവ് സാറ്, പ്രവീണ മാം, അതുപോലെ തന്നെ സേഫ് സാറ്, നമ്മുടെ പഴയ ഹിദായ സാറ്. ഹിദായ സാറിനൊന്നും പലർക്കും അറിയില്ല. ഹിദായ സാറ്, അതുപോലെ മുസ്തു സാറിനെ ഞാൻ പരിചയപ്പെടുത്തി കൊടുക്കരുത്, കാരണം പലർക്കും അറിയില്ല മുസ്തു സാറിനൊന്നും. അപ്പൊ അതുപോലുള്ള ആളുകളൊക്കെ അവിടെ വരികയും നമ്മളോട് ഒത്തുചേർന്ന് എല്ലാവരും കൂടി ഒരു ആഘോഷമാക്കിയത് വളരെ സന്തോഷം. അപ്പൊ അന്നത്തെ വിഷയം ആഘോഷം എന്നായിരുന്നു. എല്ലാവർക്കും താങ്ക് യു. Okay. Okay, thank you. Thank you all. Thank you, Rosat sir. Thank you all. Thank you all. Thank you all. Thank you all. Thank you all.